വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞങ്ങൾ വിസിറ്റ് ചെയ്തത് ദുബായ് ഗോൾഡ് സൂക്കാണ്. ഈ ഏരിയ ഫുള്ള് സ്വർണ്ണക്കട കേട്ടോ. അതും ചില്ലറ സ്വർണ്ണമൊന്നുമല്ല, അതും കിലോ കണക്കില്. കൂടാതെ ഡയമണ്ടിന്റെ ഷോറൂമും ഉണ്ട് കേട്ടോ. ഒരുപാട് കിലോമീറ്ററോളം നടക്കാണ്ട്, രണ്ട് സൈഡിലും ഗോൾഡൻ ഷോപ്പ് മാത്രം. ഇരുന്ന് കാണാൻ ഈ ബെഞ്ച് അവിടെ അറേഞ്ച് ചെയ്തിരുന്നു. ഇതൊക്കെ കണ്ട് ബോധം പോണവർക്ക് എടുക്കുകയും ചെയ്യാം. അവരൊക്കെ ഇത് മുന്നേ സെറ്റ് ചെയ്തിരുന്നു. നല്ല നീറ്റായിട്ടുള്ള സ്ഥലം കേട്ടോ. ഒരു ചപ്പ് പോലും ഇല്ല കേട്ടോ. കാണുമ്പോൾ മേടിക്കാൻ തോന്നും, അത്രക്ക് അടിപൊളിയാ. ഞങ്ങൾ രാത്രി 11 മണിക്കാട്ടോ അവിടെ എത്തിയത്. അപ്പോഴും അവിടെ നല്ല തിരക്കുണ്ട് കേട്ടോ. ടൂറിസ്റ്റുകളൊക്കെ അവിടെ വീടെടുത്ത് പോകുന്നുണ്ട്. പൂരത്തിന് എഴുന്നള്ളിക്കൂലേ, അതുപോലെ ഉണ്ട്. ഇതൊക്കെ എന്നാലും ഇടാൻ വയ്ക്കും. എന്തൊരു കനക്കാരൻ. ആ പെണ്ണിനെ കല്യാണത്തിൽ നടക്കാൻ വയ്ക്കും. ഇതിന്റെ കനം കൊണ്ട് ഇത് അറബികൾ യൂസ് ചെയ്യുന്ന ആഭരണങ്ങളാണെന്നാ പറഞ്ഞത്. അത് നല്ല ചേലുണ്ട് കാണാൻ. ഒന്നിട്ടാ പിന്നെ ഒരു പണ്ടവുമാണ്. സ്വർണത്തിന്റെ വില കേട്ടതിന്റെ അടുത്തൊക്കെ അടുക്കില്ല. അതും ഡയമണ്ട് കൊള്ളും. അതുകൊണ്ട് തന്നെ ഞാൻ മണ്ടി വെച്ചില്ലായിരുന്നു. ഇട്ടൊന്ന് കാണാൻ അതെന്നെ തടിക്കുന്നുണ്ട്. കാണാൻ പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കാണാം. പിന്നെ അടുത്തത് മാർക്കറ്റാട്ടോ. ഇത് മറിയമ്പൂവല്ലേ, എല്ലാ സുഗന്ധങ്ങളും ഉള്ള ഒരു മാർക്കറ്റ്. അതൊക്കെ അവിടെ പുറക്കുന്നുണ്ട്. അതിൻ്റെ ഒരു മണം അവിടെ വേറെ തന്നെ ഉണ്ട്. റോസാപ്പൂ വരെ പുറക്കുന്നുണ്ട്. പിന്നെയുള്ള ഉണങ്ങിയതൊക്കെ അവിടെ കൊണ്ടുവച്ചു. ആണ്ടവർക്ക് വാങ്ങാം. ഇത് നിങ്ങൾ ആരെയും കണ്ടുകണേ കമന്റ് ചെയ്യും. നോക്കാലോ ആരൊക്കെ ഇത് കണ്ടുകണേന്ന്. വീണ്ടും സ്വർണത്തിന്റെ ഡ്രസ്സ് കണ്ടിട്ടോ. ഇത് ഗിന്നസ് റെക്കോർഡ് കിട്ടിയ ഒരു മോതിരാട്ടോ. ഗോൾഡിലാട്ടത് 68 കിലോന് അങ്ങനെ എന്തോ ആണ് പറഞ്ഞത്. ഇവിടെ ഒരുപാട് ആൾക്കാർ വീഡിയോസ് എടുക്കണ്ടായിരുന്നു. കുറേ നേരം കാത്തു നിന്നിട്ടാട്ടെ ഈ വീഡിയോ കിട്ടിയത്. ഞാൻ എൻ്റെ അടുത്തൊക്കെ പോയി നിന്നിട്ട് ഇങ്ങനെ പവർ കാണിക്കുന്നു. നല്ല അടിപൊളി പാത്രങ്ങളും ഡ്രസ്സുകളും ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ. പിന്നെ അത് പോകുമ്പോൾ ഒരു ഫ്യൂച്ചർ മ്യൂസിയം ഇങ്ങനെ ഇരിക്കുന്നു. ഞാൻ ഓടിച്ചെന്ന് അതിനെ പിടിച്ച്. അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടത്. നേരം തന്നെ തിരക്കൊക്കെ നല്ല കുറഞ്ഞു. ആൾക്കാരൊക്കെ പെയ്ക്കുന്നു. നമ്മുടെ നാട്ടിലെ മുടങ്ങ കൊട്ടടക്കപ്പെടെ ഉണ്ട് കേട്ടോ. കളിപ്പാട്ടങ്ങൾ ഒരുപാടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക് യു.